ഡിസംബർ 11 വിശുദ്ധ ഡമാസൂസ് മാർപ്പാപ്പ, സഭാപിതാവ്. AD 305 മുതൽ 384 വരെ കാലഘട്ടം. ഡമാസൂസ് മാർപ്പാപ്പ റോമാക്കാരനാണെന്നും സ്പെയിൻകാരനാണെന്നും അഭിപ്രായാന്തരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഭാര്യയുടെ മരണശേഷമോ അവളുടെ സമ്മതത്തോടുകൂടിയോ വൈദിക പദം സ്വീകരിക്കുകയും വിശുദ്ധ ലോറൻസിൻ്റെ ദേവാലയത്തിൽ വികാരിയാവുകയും ചെയ്തു. ഡമാസൂസ് ആ ദേവാലയത്തിൽ ഒരു ഡീക്കനായി ജീവിതം ആരംഭിച്ചു. പിന്നീട് പുരോഹിതനായി. അദ്ദേഹം ലിബേരിയൂസ് മാർപ്പാപ്പയെ 352 മുതൽ 366 വരെയുള്ള കാലഘട്ടങ്ങളിൽ സേവിക്കുകയും മാർപ്പാപ്പയോടൊപ്പം വിപ്രവാസം അനുഭവിക്കുകയും ചെയ്തു. ലിബേരിയൂസ് മരിച്ചപ്പോൾ ഡമാസൂസിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. അതേസമയം ഒരു ന്യൂനപക്ഷം ചേർന്ന് ഉർബീനൂസ് എന്നൊരു ഡീക്കനെ മാർപ്പാപ്പയായി നിർദ്ദേശിച്ചു. ഡമാസൂസും എതിർപ്പാപ്പയും തമ്മിലുള്ള തർക്കങ്ങൾ 2 ബസിലിക്കകൾ തമ്മിൽ തർക്കത്തിനിടവരുത്തി. മെത്രാന്മാർക്ക് വലിയ ഇടർച്ചയായി. ഇതര വൈദിക മേലധ്യക്ഷന്മാരെ അപേക്ഷിച്ച് എത്രയും ലളിതമായ ജീവിതമായിരുന്നു ഡമാസൂസിൻ്റേത്. ആര്യനിസത്തെയും അപ്പോളിനാരിസത്തെയും മറ്റ് പാഷണ്ഡതകളെയും അദ്ദേഹം കഠിനമായി ഭർസിച്ചു. ഡമാസൂസിൻ്റെ ഭരണകാലത്താണ് ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിതമായത്. പ്രധാന ആരാധനാഭാഷ ലത്തീനായിരിക്കണമെന്നും നിശ്ചയിച്ചു. വിശുദ്ധ ജെറോമിന് ബൈബിൾ പഠനത്തിന് നൽകിയ പ്രോത്സാഹനം വുൾഗാത്തയുടെ പ്രസിദ്ധീകരണത്തിന് മാർഗം തെളിച്ചു. അതാണ് ട്രെൻഡ് സൂനഹദോസ് പരസ്യോപയോഗത്തിന് അംഗീകരിച്ച വിവർത്തനം. ആൻറ്റിപോപ്പ് ഉർബീനൂസ് 12 കൊല്ലം സഭാഭരണത്തെ ദ്രോഹിച്ചുവെങ്കിലും ഡമാസൂസ് പാപ്പയുടെ കാലത്ത് റോമാസഭയുടെ ഖ്യാതി അത്യന്തം വർദ്ധിച്ചു. റോമാസഭയുടെ പരമാധികാരം ഏതെങ്കിലും സൂനഹദോസിൻ്റെ നിശ്ചയത്തെയല്ല, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി. പല രക്തസാക്ഷികളുടെയും ശവകുടീരം അദ്ദേഹം അലങ്കരിച്ചു. കവിതാരൂപത്തിലുള്ള ശിലാലിഖിതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 18 വർഷവും 2 മാസവും പേപ്പൽ സിംഹാസനത്തെ അദ്ദേഹം അലങ്കരിച്ചു. 384 ഡിസംബർ 10 മാർപ്പാപ്പ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വചനം യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ. നിങ്ങളും ക്ഷമയോടെയിരിക്കുവിൻ, ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. ന്യായാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു. വിചിന്തനം. സമുദ്രത്തിൻ്റെ മീതെ നടന്ന് പ്രക്ഷുബ്ധ തരംഗങ്ങളെ ശാന്തമാക്കിയവൻ, ഭൂമിയിലെ മൃതബീജങ്ങൾക്ക് ജീവൻ നൽകുന്നവൻ, മരണത്തിൻ്റെ ശൃംഖലകൾ അഴിച്ച് 3 ദിവസത്തെ അന്ധകാരത്തിന് ശേഷം മർത്തായ്ക്ക് തൻ്റെ സഹോദരനെ പുനർജീവിപ്പിച്ചു കൊടുത്തവൻ ഡമാസൂസിനെ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ ഡമാസൂസിൻ്റെ സ്മാരകശിലയിലെ ലിഖിതത്തിൽ നിന്നുള്ള വാക്കുകൾ.